ലോക പ്രശസ്തനായ ഹാസ്യ നടനായിരുന്നുവല്ലോ ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിന്റെ ഹാസ്യത്തിനും ബുദ്ധിപൂർവമായ അഭിനയത്തിനും ഇന്നും ലോകം മുഴുവൻ ആരാധകരാണുള്ളത്. എന്നാൽ ആരംഭകാലത്ത് സിനിമയിൽ അഭിനയിക്കുന്നതിനായുള്ള ഓഡീഷനിൽ ചാർലി ചാപ്ലിനും പങ്കെടുത്തിരുന്നു. എന്നാൽ അദ്ദേഹത്തെ അവർ സെലക്ട് ചെയ്തില്ല. അതും പോരാഞ്ഞിട്ട് അദ്ദേഹത്തെ അവർ അപമാനിച്ചാണ് തിരിച്ചയച്ചത്. അന്ന് അദ്ദേഹം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മുൻപിൽ നിന്ന് ഏറെ കരഞ്ഞു. അമേരിക്കയെ നീ ഒരു വലിയ കലാകാരനെ നഷ്ടമാക്കി എന്നും പറഞ്ഞാണ് അന്ന് അദ്ദേഹം കരഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കു മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒരിക്കൽ സത്യമായി തീർന്നു. ഇന്നും അദ്ദേഹം ലോകപ്രശസ്തനായ അഭിനേതാവായി താൻ അറിയപ്പെടുന്നു. അദ്ദേഹം അനുഭവിച്ച ആ അപമാനമാണ് അദ്ദേഹത്തെ ഇത്രമാത്രം വലിയവനാക്കിയത്. ഇന്ന് പലതരത്തിലുള്ള അപമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിക്കാറുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം അറിയണം. അപമാനം എന്നത് ഒരവസാനമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന്റെ തുടക്കമാണ്. നമുക്ക് വന്നു ഭവിക്കുന്ന അപമാനങ്ങളെ നാം അനുഭവങ്ങളായി മാറ്റണം. ആ അപമാനങ്ങളെ ഓർത്ത് ഒരിക്കലും ലജ്ജിക്കരുത്. ഈ അപമാനങ്ങളെ നാം വിജയമാക്കി മാറ്റുകയാണ് വേണ്ടത്. ഈ അനുഭവ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ടത് അതാണ്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് യേശുവും നിങ്ങളോട് പറയുന്നു. ഇനി മുതൽ അപമാനങ്ങളെ ജയിക്കുവാനുള്ള അനുഭവങ്ങളായി എടുത്ത് ജീവിതത്തിൽ വിജയം കൈവരിക്കൂ.